പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു, ഞാൻ മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ പട്ടാപ്പകൽ. പെരിന്തൽമണ്ണ ഒരു സുന്ദരമായ പ്രദേശമാണ്. അവിടുത്തെ മനുഷ്യന്മാരും അവിടെ പരിചരണവും ഒക്കെ കൂടി ഏറ്റവും പേരുകേട്ട ഒരു സ്ഥലമാണ്. പെരിന്തൽമണ്ണയുടെ ഹൃദയം ഈ ചൊവ്വാഴ്ച തുറക്കാൻ പോവാണ്. സിംഫണി ഓഫ് ഹാർമണി. ഹാർമോണിയുടെ സൗന്ദര്യം ഏറ്റവും മനുഷ്യന്മാർക്കിടയിൽ ഈ സാമൂഹിക സൗന്ദര്യത്തിൻ്റെ ഉന്നത ഭാവമാണ് ഈ ഹാർമണി എന്ന് പറയുന്നത്. ഈ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ അന്നൊരു സംഗീത വിരുന്നൊരുങ്ങിയാണ്. സൂഫി സംഗീതം എന്ന് പറയും. ഏതായാലും അതിനു വേണ്ടിയുള്ള ചില തയ്യാറെടുപ്പുകളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തൊരു കാര്യത്തിന് ഞാൻ പോവുകയാണെങ്കിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. അതിൻ്റെ ഒരു ആളായിട്ടേ പോവുള്ളൂ. കാരണം നമ്മൾ വിലപ്പെട്ടൊരു സമയം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുമ്പം അതിൽ നിന്ന് ഒരു പൂവിൽ നിന്ന് മധു നുകരുന്നത് പോലെ, ചിത്രശലഭങ്ങളിൽ നിന്ന് മധു നുകരുന്നത് പോലെ അതിൻ്റെ ആ ഒരു മൊമെൻറ്റ്സ് പൂർണ്ണമായി നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ മസ്തിഷ്കത്തിലേക്കും അതിൽ നിന്ന് നല്ല സ്നേഹമായി, സൗരഭ്യമായി, മനുഷ്യർക്കിടയിലെ സൗഹൃദമായി, സൗഹാർദ്ദമായി, കരുണയായി, ദയയായി നമ്മുടെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഒരു ഹാർമോണിയസ് ആയിട്ട് ഒഴുകിച്ചേരുമ്പോഴേ അവരുദ്ദേശിച്ച ഫലവും അവിടെ പോയതിന് നമ്മുടെ ഫലവും കിട്ടുള്ളൂ. അപ്പം അവിടെ പോകുന്ന വിരുന്നിനെക്കുറിച്ച് പഠിക്കണ്ടേ? എന്താണ് സൂഫി സംഗീതം, എന്താണ് സൂഫി എന്നൊക്കെ പഠിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ. സൂഫി എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ആത്മീയ ചിന്താധാരയാണ്. സൂഫി എന്ന് പറയുമ്പം അതൊരു റിലീജിയൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നതിനേക്കാളും അതൊരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ശബ്ദമാണ് എന്ന് പറയാം. നമ്മൾ പ്രകൃതി നിരീക്ഷിക്കുമ്പം, നമ്മൾ ഇതിൻ്റെ രാക്കിളികളെ ശബ്ദം കേൾക്കുമ്പം, ഒരു പൂ വിടരുന്നത് കാണുമ്പം നമ്മളറിയാതെ പറഞ്ഞു പോകും, ഈ പ്രപഞ്ചം എത്ര മനോഹരമാണ്, ഈ കാണുന്ന ഇതെല്ലാം എന്തൊരു സൗരഭ്യമാണ്. അറിയാതെ നമ്മളൊരു ചിന്തകളിലൂടെ ഒരു സംഗീതമായിട്ട് നമ്മളിലേക്ക് ആ സൗന്ദര്യത്തിലേക്ക് എത്തിച്ചെയ്യുന്നതും പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടാവിനെ നമ്മൾ അനുഭവിച്ചറിയുകയും ചെയ്യുന്ന ആ ഒരു മാധുര്യം, ഇതാണ് സൂഫി എന്ന് പറയുന്നത്. സൂഫിക്ക് നിർവചനങ്ങൾ ആർക്കും കൊടുക്കാം. സൂഫി എന്ന് പറയുന്നത് ഒരു ഇസമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു ഇസമല്ല. ഓരോ മനുഷ്യനിൽ നിന്നും ഉത്ഭവിക്കുന്ന ചിന്താധാരകളും ആ ചിന്താധാരകളെ ഒരു സംഗീതമായി പ്രപഞ്ചത്തിൻ്റെ അനന്തവിശാലതകൾ ഉൾക്കൊള്ളുന്ന കാരുണ്യവാനായ ഒരു ദൈവത്തെ അനുഭവിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യത്തെ വേണമെങ്കിൽ സൂഫി എന്ന് വേണമെങ്കിൽ പറയാം. അതെല്ലാ മതത്തിലുണ്ട്. ഒരു മതത്തിൽ തന്നെ പല വിഭാഗങ്ങളിലുമുണ്ട്, മതമില്ലാത്തവരിലുമുണ്ട്, എല്ലാവരിലുമുണ്ട് ഈ സംഗീതം. അതാണ് സൂഫി ധാര എന്ന് പറയുന്നത്. അപ്പോൾ സൂഫി സംഗീതം എന്ന് പറയുന്നത് എന്താണ്? മനസ്സിൻ്റെ ഉള്ളിൽ വിരിഞ്ഞ ഈ ഒരു സംഗീതം, ഈ അനുഭൂതി, ഈ ഒരു വികാരം, അതിനെ സംഗീതാത്മകമായി ആ താളത്തിലും ഭാവത്തിലും ഹൃദയങ്ങളിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ സൂഫി സംഗീതം കൊണ്ടും സൂഫി നൃത്തം കൊണ്ടും ഉത്ഭവിക്കുന്നത്. പ്രപഞ്ചം മുഴുവനും ആനന്ദ നൃത്തത്തിലാണ്. ഒരു കോശത്തിൻ്റെ ലെവലിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ചലനങ്ങൾ, അതിൻ്റെ വൈബ്രേഷൻ, അതിൻ്റെ എനർജി, നമ്മൾ ഊർജ്ജത്തിൻ്റെ ലെവലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എനർജി, ഇതെല്ലാം അതിൻ്റേതായ ഒരു താളത്തിൽ ഈ പ്രപഞ്ചം നോക്കാം. അതിൻ്റേതായ ഒരു കർമ്മപാതയിലൂടെ താളാത്മകമായി അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. താളാത്മകമായി ഒരു നിമിഷം അങ്ങോട്ട് തെറ്റുന്നില്ല, ഇങ്ങോട്ട് തെറ്റുന്നില്ല. ഈ ഒരു സ്നേഹത്തിൻ്റെ താളം, അത് ഈ പ്രപഞ്ചം മുഴുവനുമുള്ള ഒരു താളം, അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുമ്പോൾ അതൊരു സൂഫി സംഗീതമായി, അതിനനുസരിച്ച് നമ്മളുടെ ചുവടുകൾ എടുക്കപ്പെടുമ്പോൾ ഒരു നൃത്ത ചുവടുകളായി. അത് നൃത്ത ചുവടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ നൃത്ത ചുവട് വെക്കണമെന്നില്ല. നമ്മൾ ആ ഒരു വൈബ്രേഷൻ നമ്മളിലേക്ക് എത്തുമ്പം നമ്മുടെ കോശങ്ങൾ ആ നൃത്തത്തിലേക്ക് ചെല്ലുകയാണ്. നമ്മുടെ ഹൃദയമിടിപ്പുകൾ ആ താളത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയും. നമ്മൾ ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന നെർവസ് സിസ്റ്റമാണ്. ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റി ഈ സംഗീതത്തിൻ്റെ താളത്തിനകത്ത് പാരാസിമ്പത്തറ്റിക് അല്ലെങ്കിൽ സ്വസ്ഥതയുടെ ഒരു നെർവസ് ട്രാക്കിലേക്ക് എൻട്രി ചെയ്യപ്പെടുകയാണ്. അവിടെ നമ്മൾ സ്നേഹത്തിൻ്റെ ആ ഒരു ഇതിലൂടെ നമ്മൾ ഒഴിഞ്ഞു ചേരുമ്പം അവിടെ നമ്മുടെ സ്നേഹത്തെ തിരിച്ചറിയുകയും നമ്മൾ ഈ പ്രപഞ്ചത്തിനും നമ്മളെ മുമ്പിലുള്ള ഓരോ ക്രിയേഷനും നമ്മളോരോ മനുഷ്യ കുലത്തിനും മുഴുവനായിട്ടും നമ്മളെല്ലാം ഒന്നാണ്, നമ്മളെല്ലാം ഒരേ ഇതാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ഇതങ്ങോട്ട് ചെന്ന് ചേരുമ്പം അവിടെ മനുഷ്യൻ്റെ സൗഹൃദം പിറക്കുന്നു, സമാധാനം പിറക്കുന്നു, സന്തോഷം പിറക്കുന്നു.
മനുഷ്യനെ വേർതിരിക്കാൻ ഉണ്ടാക്കിയെടുക്കുക ഒരുപാട് റെസ്ട്രിക്ഷൻസ്. ഈ താളത്തിനോ ഈ സംഗീതത്തിനോ ആ റെസ്ട്രിക്ഷൻ ഇല്ല. അത് ഓരോ മനുഷ്യൻ്റെ സ്നേഹം ഒരുപോലെയാണ്, ഓരോ മനുഷ്യൻ്റെയും കോശങ്ങളുടെ വൈബ്രേഷൻ ഒരുപോലെയാണ്, ഓരോ മനുഷ്യൻ്റെയും എനർജി ഒരുപോലെയാണ്, എല്ലാം ഒരുപോലെയാണ്. പിന്നെ എന്താണ് ഇവിടെ ഇത് വരുന്നത്? നമ്മുടെ ഉള്ളിൽ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത കുറേ അനാവശ്യ വിശ്വാസങ്ങൾ, മനുഷ്യനെ വേർതിരിക്കാനും വിവേചനം കാണിക്കാനും കാണുന്ന റെസ്ട്രിക്ഷനുകൾ, ഇതെല്ലാം ഇല്ലാതാവുമ്പം ഞാനും നീയും, എൻ്റെ മുമ്പിലുള്ളവൻ ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും മതത്തിൽപ്പെട്ടവനാണോ, നമ്മുടെ ശരീരങ്ങളും നമ്മുടെ എനർജിയും നമ്മുടെ സ്നേഹവും നമ്മുടെ കാരുണ്യവും നമ്മുടെ ദയയും നമ്മുടെ സംഗീതവും നമ്മുടെ കോശങ്ങളുടെ നൃത്ത ചുവടുകളും ഒരേ താളത്തിലാണെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഐക്യം, ഒരു യൂണിയൻ, ഒരു ഹാർമോണി, ഇതാണ് സൂഫി സംഗീതം നമുക്ക് നൽകാൻ പോകുന്നത്. ഇത് ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പഠിച്ചത്. മനസ്സിൻ്റെ സമാധാനം അതെവിടെയാണ്? അത് നമ്മൾ പുറത്തന്വേഷിച്ചാൽ കിട്ടില്ല, അത് നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു സൂഫി ഒരു വരികളായിട്ട് അത് ഉത്ഭവിക്കുമ്പം ആ ഉള്ളിൽ നിന്നുള്ള സമാധാനമാണ് പുറത്തോട്ട് വരുന്നത്. ഇത് നമ്മുടെ കാതുകളിൽ മുഴുകുമ്പം അത് ഹൃദയത്തിലൂടെ കടന്ന് നമ്മുടെ ഓരോ കോശങ്ങളും വൈബ്രേഷനായിട്ട് മാറിയിട്ട് ഈ സമാധാനം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. ഭക്തി അതെവിടെയാണ്? ഭക്തിയും ഒരു സംഗീതമാണ്, ഭക്തിയും ഒരു താളമാണ്. നമ്മുടെ ശരീരത്തിൽ ഓരോ കോശവും ഓരോ എനർജിയും ഭക്തരാണ്, ഓരോ മനുഷ്യ ശരീരവും ഭക്തരാണ്, ഓരോ മനുഷ്യൻ്റെ ഈ പ്രപഞ്ചം മുഴുവനും ഭക്തരാണ്. ഒരു ദൈവത്തിന് മുമ്പിൽ സമർപ്പണത്തിൻ്റെ പാതയിലാണ് ഓരോ സംഭവങ്ങളും. ഒരു ഇല നോക്കുമ്പം ആ ഇല സമർപ്പണത്തിൻ്റെ വഴിയിലാണ്. ഇവിടെ നിൻ്റെ ഈ ഇലയൊഴിച്ചുന്ന ഇത് നോക്കുമ്പം എല്ലാം ഒരു സമർപ്പണത്തിൻ്റെ വഴിയിലാണ്. ഭക്തി അത് ഓരോ മനുഷ്യനോടൊപ്പം എപ്പോഴുമുണ്ട്. ഭക്തിക്ക് മാലിന്യങ്ങൾ ചേർക്കുന്നത് മനുഷ്യൻ്റെ ചിന്തകളാണ്. മനുഷ്യൻ്റെ ചിന്തകൾ അഴുക്കുള്ളതാവുമ്പം അതിൽ നിന്ന് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സംഗീതം നഷ്ടപ്പെടുമ്പം അതിൽ വിവേചനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും അഴുക്കുകൾ വന്ന് ടോക്സിനുകൾ വന്നടയുമ്പം നമ്മളറിയാതെ നമുക്ക് സംഗീതം നഷ്ടപ്പെട്ടു പോകും. നമുക്ക് മുമ്പിൽ ശത്രുക്കളുണ്ടാവും, നമുക്ക് വിവേചനം കാണിക്കേണ്ടി വരും, നമുക്ക് വിദ്വേഷം കാണിക്കേണ്ടി വരും, വിഭാഗീയതകൾ കാണിക്കേണ്ടി വരും, വർഗീയവാദികളായി നമ്മൾ മാറും, തീവ്രവാദികളായിട്ട് നമ്മൾ മാറും, ഭീകരവാദികളായിട്ട് നമ്മൾ മാറും. പക്ഷേ നമുക്കുള്ളിൽ ആ ശാന്തമായ സ്വസ്ഥതയുടെ സമാധാനത്തിന് ആ മനസ്സുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളെന്നും ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മനുഷ്യനായിട്ട്, സ്വസ്ഥതയും സമാധാനവും മറ്റുള്ളവർ പങ്കുവെച്ചൊരു മനുഷ്യനായിട്ട്, നിങ്ങൾക്ക് മുമ്പുള്ളവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചല്ല, എന്ത് വൃത്തികേടവൻ കാണിച്ചാലും അവരുടെ സ്നേഹം കാണിക്കുന്ന മനസ്സുമായി, ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളൊരു മനസ്സുമായിട്ട് മനുഷ്യൻ മരണശേഷം സ്വർഗത്തിലേക്ക് യാത്രയാവുമ്പം, ആ സ്വർഗത്തിലേക്കുള്ള യാത്രയാവുമ്പം മനുഷ്യൻ കാത്തു സൂക്ഷിക്കേണ്ട ഒരു അമൂല്യ നിധിയുണ്ട്. അത് ഏറ്റവും പരിശുദ്ധമായ ആത്മാവാണ്. ഒരു കുട്ടി പിറന്നു വീഴുമ്പം ഏറ്റവും ശുദ്ധമായിട്ടുള്ള സമാധാനവും സ്വസ്ഥതയും നിറഞ്ഞ ഒരു ആത്മാവുമായിട്ടാണ് മനുഷ്യൻ വരുന്നത്, ഒരു മനസ്സുമായിട്ടാണ് മനുഷ്യൻ വരുന്നത്. അതിനെ അതേപോലെ കാത്ത് പരിപാലിച്ച് സൂക്ഷിച്ച് സംഗീതം പോലെ മനോഹരമാക്കി കൊണ്ടു നടക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരെയും ഉത്തരവാദിത്വം, നമ്മുടെ ഒരു ബാധ്യത. എന്തായാലും ഈ സൂഫി സംഗീത വിരുന്നിലേക്ക് ഞാൻ യാത്രയാവുമ്പം ആ യാത്രയാവുന്നതിന് മുമ്പേ ഇനിയൊരു പക്ഷേ ചിലപ്പം നമ്മൾ മെഡിക്കൽ പ്രൊഫഷനാണ്, പറയാൻ പറ്റൂല, ചിലപ്പം ക്യാൻസൽ ചെയ്യേണ്ടി വന്നേക്കാൾ പോലും ഇന്ന് ഞാൻ ആ സംഗീതത്തെയും ആ സൂഫി ധാരയെയും എന്നിലെ സൂഫിയെയും എനിക്ക് കണ്ടെത്താൻ പറ്റി എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. എൻ്റെ മതമേതായാലും എൻ്റെ ജാതി ഏതായാലും എൻ്റെ ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളായാലും എന്നിലെ സൂഫി, നിങ്ങളിലെ സൂഫി, നമ്മളിലെ സൂഫി, അത് നമ്മുടെ ആത്മാവിൻ്റെ ശബ്ദമാണ്, നമ്മുടെ മനസ്സിൻ്റെ ശബ്ദമാണ്. എല്ലാവരും സൂഫികളാണ്, ആരും സൂഫികളല്ലാത്തവരായിട്ടില്ല. എല്ലാവരും. ശ്രീബുദ്ധനൊരു സൂഫിയായിരുന്നു, ശ്രീകൃഷ്ണനൊരു സൂഫിയായിരുന്നു, ശ്രീരാമനൊരു സൂഫിയായിരുന്നു. കൃഷ്ണ ലീലകളിൽ നമുക്ക് സൂഫി സംഗീതം കാണാം. ശ്രീബുദ്ധൻ്റെ വചനങ്ങളിൽ ശ്രീബുദ്ധൻ മൈൻഡ്ഫുൾനെസ് പറയാൻ പറഞ്ഞപ്പോൾ ആ മൈൻഡ്ഫുൾനെസ്സിൽ നമുക്ക് ഈ സൂഫി സംഗീതം കാണാം. വചനങ്ങളിൽ ഈ ഒരു സൗന്ദര്യമുണ്ടാവാം. കാരുണ്യവാനായൊരു ദൈവത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു കാര്യത്തിൽ കാരുണ്യവാനും കരുണാനിധിയുമാണ് എന്നുള്ള ആ സംഗീതത്തിൻ്റെ സൂഫി സംഗീതം പോലെ മനോഹരമായ, ഏറ്റവും മനോഹരമായൊരു വാക്ക് പ്രവാചകൻ നമ്മെ സമ്മാനിച്ചത്. പ്രവാചകൻ വേണമെങ്കിൽ പ്രവാചകന് പറയായിരുന്നു, നിങ്ങളെ ശിക്ഷിക്കുന്നവനും ക്രൂശിക്കുന്നവനും കുരിക്കിനുമായൊരു ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് പറയാമായിരുന്നു. പക്ഷെ പറഞ്ഞില്ല, പ്രവാചകൻ പറഞ്ഞില്ല, പഠിപ്പിച്ചില്ല. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പറയുന്നു, കാരുണ്യവാനും കരുണാനിധിയുമായ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആരംഭിക്കുന്നു എന്ന്. കാരുണ്യവാനും ഭക്ഷണം കഴിക്കുമ്പോൾ, നടന്നു പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ
ഒക്കെ പറയുന്നു കാരുണ്യവാനും കരുണാനിധിയുമായ മനുഷ്യൻ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ നിന്ന്. എവിടെയാണ് കാരുണ്യവും കരുണാനിധിയും ഉൾക്കൊള്ളുന്നത്? അത് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധമായ ഒരു കരുണയും കാരുണ്യവും ഉള്ളവനെ ഇതിൻ്റെ അർത്ഥസഹിതമായിട്ട് ഇതിൻ്റെ ജീവിതത്തിൽ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ വാക്കുകൾ എന്നിലെ സൂഫി ഈ നിമിഷം എന്നിൽ ഉൽപ്പാദിപ്പിച്ചു തരുന്ന വാക്കുകളാണ്. എവിടെയെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടാവും, തർക്കത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കരുത്. ഓരോ മനുഷ്യൻ്റെയും ചിന്താധാരകൾ ഓരോ മനുഷ്യൻ്റെയും വിശ്വാസ സംഹിതയാണ്. ഓരോ മനുഷ്യൻ്റെയും വിശ്വാസം അത് ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ്. ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ്. ഓരോ മനുഷ്യൻ്റെയും ഫുട് പ്രിൻറ്റുകൾ അല്ലെങ്കിൽ ഈ കൈരേഖകൾ എത്രമാത്രം വ്യത്യസ്തമാണോ അതുപോലെ വ്യത്യസ്തമാണ് ഓരോ മനുഷ്യൻ്റെയും വിശ്വാസങ്ങൾ. എല്ലാവരോടും റെസ്പെക്റ്റ് കാണിക്കാനും എല്ലാവരോടും അവരുടെ വ്യത്യസ്തതകളെ ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹിക്കാനും പറ്റുമ്പോഴേ നമ്മുടെ സൂഫി എന്നും ജീവനോടെ നമ്മോടൊപ്പം, നമ്മുടെ സൂഫിയുടെ സംഗീതം എന്നും സ്വസ്ഥതയോടെ നിലനിൽക്കുള്ളൂ. സമാധാനത്തിൻ്റെ വഴികളിലൂടെ നമുക്കെന്നും യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നെനിക്ക് പറയാനുള്ളത്. സൂഫി സംഗീതമറിയാത്ത എനിക്കും പഠിക്കാൻ അവസരമൊരുക്കിയത് സിംഫണി ഓഫ് ഹാർമണി എന്ന പ്രോഗ്രാമാണ്. ഞാൻ പ്രത്യേകം നന്ദി പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ സുഹൃത്തായിട്ടുള്ള എന്നെ അറിയുമെന്നറിയില്ല, എനിക്കും അറിയാം, ഡോക്ടർ വിഷ്ണുവാണ്. അദ്ദേഹത്തെ ഒരു പോസ്റ്റാണ് എന്നെ ഈ ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങിയതും കാര്യങ്ങൾ ഇത്രത്തോളം എത്തിച്ചതും. ഏതായാലും ഞാനും എൻ്റെ 3 സുഹൃത്തുക്കളുമായിട്ടാണ് ഞങ്ങൾ യാത്രയാവുന്നത്. ബൈ.